പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, സ്ലീവാ കാലത്തിന്റെ ആദ്യത്തെ ആഴ്ചയിലെ ഈ വ്യാഴാഴ്ച ദിവസ വചന ചിന്തയിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 57 വരെ വാക്യങ്ങളാണ്. ഫരിസേയരും പുരോഹിത പ്രമുഖന്മാരും ഈശോയെ വധിക്കാനായി ആലോചിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്കുള്ളത്. ഈശോ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടവർ അവനിൽ കൂടുതലായി വിശ്വസിക്കാനും അനുഗമിക്കുവാനും തുടങ്ങിയപ്പോൾ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്നറിഞ്ഞ നിയമജ്ഞരും ഫരിസേയരും ആ കാലത്തെ പുരോഹിതന്മാരും ഈശോയെ വധിക്കാൻ, ഇല്ലാതാക്കാൻ ചിന്തിക്കുകയും ആലോചിക്കുകയും തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്. നമ്മുടെ സ്വന്തം ചിന്തകൾക്കും ശരികൾക്കും അപ്പുറത്ത് മറ്റൊന്നാണ് യഥാർത്ഥ ശരിയെന്ന് മനസ്സിലാക്കിയാൽ അതിനെ അംഗീകരിക്കാനും സ്വീകരിക്കുവാനും സാധിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയതയെന്ന് ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നു. ഈ ഫരിസേയരും പുരോഹിത പ്രമുഖന്മാർക്കുമൊക്കെ ഉണ്ടായിരുന്ന വലിയ ഒരു കുറവും അത് തന്നെയാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുണ്ടാക്കിയിരുന്ന ചില നിയമങ്ങളും ചട്ടങ്ങളും അതിനപ്പുറത്തേക്ക് യഥാർത്ഥമായ സത്യവും സ്നേഹവും സ്വാതന്ത്ര്യവും കാണിച്ച് പഠിപ്പിച്ച് അത്ഭുതങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി ഈശോ വന്നപ്പോൾ, ഈശോയുടെ പ്രബോധനങ്ങൾ കേട്ടപ്പോൾ സ്വാഭാവികമായും ആളുകൾ അതിലേക്ക് ആകൃഷ്ടരായി. അത് ഇവരുടെ നിലനിൽപ്പിന് അപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ഫരിസേയരും നിയമജ്ഞരും പുരോഹിതന്മാരും ഒക്കെ അതിന് കാരണക്കാരനായ ഈശോയെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ഈശോ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് മനസ്സിലാക്കി അത് സ്വീകരിച്ച് തങ്ങളുടെ ജീവിതം തിരുത്താനല്ല അവർ നോക്കിയത്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും നമുക്കുമുള്ള വലിയ ഒരു ആത്മീയ അപകടമാണിത്. നമ്മുടെ ശരികളെ, നമ്മുടെ ബോധ്യങ്ങളെ തിരുത്താനോ വേണ്ട അവസരത്തിൽ അത് പുനർനിർണയിക്കാനോ ഒക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നും നമ്മുടെ ശരികളായി നിൽക്കണമെന്ന് നമ്മൾ ശഠിക്കുന്നു. മറ്റൊരാൾ പറയുന്നത് അത് പൂർണ്ണമായും നന്മയാണെന്നും ശരിയാണെന്നും ബോധ്യപ്പെട്ടാൽ അത് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. അത് ശരിയെന്ന് പറഞ്ഞ് അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ ആത്മീയത, സ്പിരിച്വാലിറ്റി എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ സത്യങ്ങളെയും നമ്മെ തിരുത്തുന്നവരെയും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളെയും മനസ്സ് തുറന്ന് സ്വീകരിക്കാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയുന്നു. ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ ബോധ്യങ്ങളെ പൊളിച്ചെഴുതേണ്ടി വരുന്ന അവസരങ്ങളെ, മറ്റൊരാൾ യഥാർത്ഥ സത്യം ഞങ്ങളോട് പറയുന്ന അവസരങ്ങളിൽ, ഞങ്ങളെ തിരുത്തുന്ന അവസരങ്ങളിൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ഹൃദയം തുറന്ന് സ്വീകരിക്കാനും പറയുന്നവരെ അംഗീകരിക്കുവാനുമുള്ള വലിയ മനസ്സിന്റെ തുറവയും ഹൃദയ വിശാലതയും ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.